ഭൂപതിവ് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ചട്ടം രൂപീകരിക്കുന്നതിൽ സർക്കാരിന് മുന്നിൽ പുതിയ തടസ്സം. മലയോര മേഖലയിൽ പട്ടയം അനുവദിക്കുന്നതിന് 1993 ഉണ്ടാക്കിയ ചട്ടത്തിന് വിരുദ്ധമാകുമോ എന്നതാണ് സർക്കാരിന് മുന്നിൽ പ്രതിബന്ധമായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള നിയമോപദേശം ലഭിച്ചതും സർക്കാരിനെ കുഴക്കുന്നുണ്ട്. 24 എക്സ്ക്ലൂസീവ്. 1960 ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തി നിയമസഭ ബില്ല് പാസാക്കിയിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞു. വീട് വെക്കാനും കൃഷിയാവശ്യത്തിനും പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്രമവൽക്കരിച്ച് നൽകുകയാണ് നിയമഭേദഗതിയുടെ പ്രധാന ഉദ്ദേശം. ഇടുക്കി ജില്ലയെ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന നിയമനിർമ്മാണം ചട്ടം കൊണ്ടുവരാത്തതിനാൽ ഇതുവരെ പ്രാബല്യത്തിലാക്കാനായിട്ടില്ല. നിയമവകുപ്പ് അംഗീകാരം നൽകിയ ചട്ടത്തിന് മുന്നിലുള്ള പ്രധാന തടസ്സം 1993 ചട്ടമാണ്. 1977 മുമ്പ് മലയോര മേഖലയിൽ കുടിയേറി പാർത്തവർക്ക് വനഭൂമി പതിച്ചു നൽകുന്നതിനുണ്ടാക്കിയ ചട്ടമാണിത്. വീട്, കൃഷി, ചെറിയ കട എന്നിവയ്ക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയിലാണ് കേന്ദ്രം ഭൂമി കൈമാറിയത്. പതിച്ചു നൽകിയ ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങളെ ക്രമവൽക്കരിച്ച് നൽകുന്നതിനുള്ള പുതിയ ചട്ടത്തിന് കടകവിരുദ്ധമാണിത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആരെങ്കിലും കോടതിയിൽ പോയാൽ ചട്ടമാകെ റദ്ദാക്കപ്പെടാമെന്നതാണ് പ്രശ്നം. അതാണ് ചട്ടം പുറത്തിറക്കാതെ സർക്കാർ അറച്ചു നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമവകുപ്പിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ഉപദേശം ലഭിച്ചതും ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചു. 93 ചട്ടപ്രകാരമുള്ള പട്ടയങ്ങൾക്ക് മാത്രമായി പ്രത്യേക ചട്ടം കൊണ്ടുവരണമെന്നാണ് ഒരു ഉപദേശം. 93 പട്ടയത്തിന് മാത്രമായി പ്രത്യേക ചട്ടം കൊണ്ടുവന്നാൽ നിയമപരമായ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നാണ് മറ്റൊരു ഉപദേശം. ഇതിന് പോംവഴി കണ്ടെത്താനാണ് ഈ മാസം 16 അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പിന്റെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചിരിക്കുന്നത്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.